വിശദമായ വാർത്തയിലേക്ക്. സ്വർണത്തിനും ബീഡിക്കും നികുതി ഈടാക്കാൻ GST യോഗത്തിൽ ധാരണ. സ്വർണത്തിന് 3%, ബീഡിക്കും സിഗരറ്റിനും 28% നികുതി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, GST യോഗത്തിൽ മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, പ്രധാനമായും സ്വർണം, ബീഡി, ചെരുപ്പ്, ബിസ്ക്കറ്റ്, അതോടൊപ്പം പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, തുണിത്തരങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ നികുതി നിരക്കുകൾ സംബന്ധിച്ചാണ് ഇതുവരെയും ധാരണയിലെത്താതിരുന്നത്. ഈ 15ാം GST കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയിലെത്തി എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം സ്വർണത്തിന് 5% നികുതി ഏർപ്പെടുത്തണമെന്നാണ് കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ 3% നികുതി ഏർപ്പെടുത്താം എന്ന് ധാരണയിലെത്തിയിട്ടുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ അനുമതി നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാദരക്ഷകൾക്ക് 18% നികുതി ഏർപ്പെടുത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 500 രൂപയ്ക്ക് താഴെ വില വരുന്ന പാദരക്ഷകൾക്ക് 5% നികുതി ഏർപ്പെടുത്താനും ധാരണയിലെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം റെഡിമെയ്ഡ് ഗാർമെന്റ്സിനും മറ്റും 12% നികുതി ഏർപ്പെടുത്താനും മറ്റു ഫാബ്രിക് കോട്ടൺ ഉൽപ്പന്നങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്താനുമാണ് പ്രധാനമായും ധാരണയിലെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ബിസ്ക്കറ്റിനും മറ്റും 18% നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മറ്റു സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് 60 ലക്ഷത്തിൽ താഴെ വാർഷിക വിറ്റുവരവുള്ള ശീതീകരിക്കാത്ത റെസ്റ്റോറന്റുകൾക്കുള്ള നികുതി നിലവിലെ 5% നിന്ന് കുറയ്ക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും അനുകൂലമായൊരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 250 രൂപയിൽ താഴെയുള്ള സിനിമാ ടിക്കറ്റിന് നികുതിയില്ല. ചരക്ക് സേവന നികുതി നടപ്പിലാക്കുമ്പോൾ 25% വിനോദ നികുതി ഒഴിവാക്കാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് പ്രധാനമായും ഇതിലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ധാരണകൾ എത്തിച്ചേർന്നതിനാൽ ജൂലൈ 1 തന്നെ GST നടപ്പിൽ വരുത്താൻ കേരളവും അനുകൂലമായ തീരുമാനമാണ് പ്രകടിപ്പിച്ചത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയും ജൂലൈ 1 തന്നെ GST നടപ്പിലാവുകയും ചെയ്യും. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിൽ GST 28% ആക്കിയതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്നു. കേന്ദ്ര തീരുമാനം പ്രാദേശിക സിനിമയ്ക്ക് മേൽ കത്തിവെക്കുന്നതിന് തുല്യമെന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ. ഇത് 18% കേന്ദ്രം തയ്യാറാകണം. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. യിലെ ചരക്ക് സേവന നികുതി 28% ആക്കിയതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ പ്രാദേശിക നികുതി തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈടാക്കിയിരുന്നത്. GST ഇതിനു പുറമെയാണ്. GST കൂടി ഏർപ്പെടുത്തുന്നതോടെ സിനിമാ ടിക്കറ്റിന്റെ പുറത്ത് 53% നികുതി ഏർപ്പെടുത്തുന്ന സ്ഥിതിയാണ് വരിക. കേന്ദ്ര തീരുമാനം പ്രാദേശിക ബദൽ സിനിമകൾക്ക് മേൽ കത്തിവെക്കുന്നതിന് തുല്യമാണെന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. അപ്പോൾ ഒരു സിനിമാ ടിക്കറ്റിന്റെ മേൽ 53% ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരും. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് GST വരുന്നതോടുകൂടി സംഭവിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾ നിർമ്മിക്കുന്ന വലിയ സിനിമകൾക്ക് പ്രശ്നമുണ്ടാകാൻ പോകുന്നില്ല. പ്രാദേശിക സിനിമകൾക്കും ചെറിയ സിനിമകൾക്കും ബദൽ സിനിമകൾക്കും അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏർപ്പാടാണ്. സേവന നികുതി 15-ൽ നിന്നും 18% ഉയർത്തി. ഇത് മേഖലയിലെ നിർമ്മാണ ചെലവ് ഇരട്ടിയാക്കും. സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തീരുമാനത്തിൽ നിന്നും കേന്ദ്രം പിൻവാങ്ങണം എന്നതാണ് സംസ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ നടൻ കമൽഹാസൻ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. താനടക്കമുള്ള താരങ്ങൾ അഭിനയം നിർത്തേണ്ടിവരുമെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും പ്രതിഷേധം ശക്തിപ്പെടുന്നത്. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തുടർ തീരുമാനം കൈക്കൊള്ളാനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലെത്തി. പാലാരിവട്ടം മുതൽ ആലുവ വരെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്ത ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. ഇതിനിടെ ഇന്ന് നടത്താനിരുന്ന മെട്രോ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ചടങ്ങിന് പ്രതിപക്ഷ MLA-മാരെ ക്ഷണിച്ചില്ലെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് 14 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി കൊച്ചിയിലെത്തിയത്. മെട്രോ സ്റ്റേഷനുകളിലെയും ട്രെയിനിലെയും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിച്ചു. പാലാരിവട്ടം സ്റ്റേഷൻ മുതൽ ആലുവ സ്റ്റേഷൻ വരെ മെട്രോ ട്രെയിനിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തു. വനിതാ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള KMRL ജീവനക്കാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മുൻ MPയും CPIM ജില്ലാ സെക്രട്ടറിയുമായ P രാജീവ്, KMRL MD ഏലിയാസ് ജോർജ് തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മെട്രോ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാറ്റിവെച്ചു. സ്ഥലം MLA-യെ ചടങ്ങിന് KMRL ക്ഷണിച്ചില്ലെന്ന പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടെ മറ്റൊരു തീയതി നിശ്ചയിക്കുമെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. ഒരു സ്വിച്ച് ഓൺ കർമ്മം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോളാറിന് വേണ്ടി. അതിപ്പോൾ തൽക്കാലം ചെയ്യേണ്ട.
അതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് പിന്നെ ചെയ്യാൻ തീരുമാനിച്ചു. പരീക്ഷണ ഓട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ കൊച്ചി മെട്രോ ജൂൺ 17 നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങ് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാരും KMRL-ഉം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ ഒരു വിഭാഗം മദ്യശാലകൾ തുറക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ KCBC തീരുമാനം. മദ്യശാലകൾക്ക് അനുമതി നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ NOC വേണമെന്ന വ്യവസ്ഥ എടുത്തുകളഞ്ഞതിനെയും കോടതിയിൽ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യമുന്നയിച്ച് ഗവർണറെയും മുഖ്യമന്ത്രിയെയും സഭാ മേലധ്യക്ഷന്മാർ കണ്ടിരുന്നു. അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ KCBCയുടെ തീരുമാനം. സർക്കാരിന്റെ മദ്യനയം കൂടിയാലോചനയ്ക്ക് ശേഷം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. KCBC സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൽ ആശങ്കയില്ലെന്നും അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കേരളത്തെ പാകിസ്ഥാനോട് ഉപമിച്ച ടൈംസ് നൗ ചാനലിനെതിരെ പ്രതിഷേധം ശക്തം. അക്ഷരപിശകാണെന്ന് പറഞ്ഞ് തലയൂരാനാണ് ചാനലിന്റെ ശ്രമം. BJP President Amit Shah, who has arrived at the airport in Kochi. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലായിരുന്നു ചാനലിന്റെ വിവാദ പരാമർശം. ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ഇടിമുഴങ്ങുന്ന പാകിസ്ഥാന് സമാനമായ കേരളത്തിലേക്ക് അമിത് ഷാ എത്തുന്നു എന്നായിരുന്നു ചാനലിന്റെ പ്രസ്താവന. പരാമർശത്തിനെതിരെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നതോടെ ക്ഷമാപണവുമായി ചാനൽ രംഗത്തെത്തി. കേരളം എന്നെഴുതേണ്ടിടത്ത് ടൈപ്പ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ എന്നായിപ്പോയി എന്ന ദുർബലമായ വാദമാണ് ചാനൽ മുന്നോട്ട് വച്ചത്. ബീഫ് നിരോധന വിഷയത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് കേരളമാണ്. യോജിച്ചിട്ടുള്ള പ്രക്ഷോഭം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. BJPയും സംഘപരിവാർ സംഘടനകളും കേരളത്തിനെതിരെയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെയും അക്രമങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ടൈംസ് നൗ പാകിസ്ഥാൻ പരാമർശവുമായി എത്തിയത് സംശയത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. RSS പരിപാടിയിൽ പങ്കെടുത്ത ഇരിങ്ങാലക്കുട MLA KU അരുണനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ. RSSനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടെ തെറ്റിദ്ധരിച്ചാണെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റായ നടപടിയാണെന്നും പരസ്യശാസന വേണമെന്നും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം ജില്ലാ നേതൃത്വം പരിശോധിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. RSSനോടും സംഘപരിവാറിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് പാർട്ടിക്ക് ദോഷകരമായി എത്തിയിരുന്ന രീതിയിൽ RSS സംഘടിപ്പിച്ച പരിപാടിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ പോലും പങ്കെടുത്തത് തെറ്റായ സമീപനമാണ് എന്ന് ഇരിഞ്ഞാലക്കുട പാർട്ടി ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്ത് കണ്ടെത്തുകയും ചെയ്തു. അരുൺ മാഷെ പരസ്യമായി RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് പരസ്യമായി ശാസിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം അറിയിക്കുക. വാർത്തകളിലേക്ക്. നിയന്ത്രണ രേഖയിൽ 6 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ കൊലപ്പെടുത്തിയതിനു പിന്നാലെ പാക് പ്രകോപനം ശക്തമായി. പൂഞ്ചിലും അനന്ത്നാഗിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി. ഇതിനിടയിൽ കൃഷ്ണഘാട്ടി സെക്ടറിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. അതേസമയം വിഘടനവാദി നേതാക്കളുടെ വസതികളിൽ NIA നടത്തിയ പരിശോധനയിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തു. നിയന്ത്രണ രേഖയിലെ ബിംബർ മേഖലയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 6 പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് പാക് പ്രകോപനം ശക്തമായത്. രാവിലെ പൂഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇതിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. AK-47 തോക്കുകൾ ഉപയോഗിച്ച് സൈന്യത്തിന് നേരെ പ്രകോപനം കൂടാതെ ഭീകരർ വെടിവയ്പ് നടത്തുകയായിരുന്നു. സൈന്യം പ്രത്യാക്രമണം നടത്തിയതോടെ ഭീകരർ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയതായി സൈന്യം അറിയിച്ചു. അതേസമയം പൂഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 1 പാകിസ്ഥാൻ സൈനികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ സൈന്യവും പോലീസും ചേർന്ന് ഭീകരർക്ക് വേണ്ടി തെരച്ചിൽ ശക്തമാക്കി. ലഷ്കർ-ഇ തൈബയോ ഹിസ്ബുൾ മുജാഹിദിനോ ആകാം ആക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അറിയിച്ചു. ഈ ഭീകര സംഘടനകൾക്ക് ശക്തമായ സാന്നിധ്യമുള്ള തെക്കൻ കാശ്മീരിലായിരുന്നു ആക്രമണം അരങ്ങേറിയത്. അതേസമയം കാശ്മീരിൽ സംഘർഷം സൃഷ്ടിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടനവാദി നേതാക്കൾക്ക് പണം ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയിൽ NIA വിഘടനവാദി നേതാക്കളുടെ വസതികളിൽ റെയ്ഡ് നടത്തി. ദില്ലിയിലും കാശ്മീരിലുമായി നടത്തിയ റെയ്ഡിൽ 1.5 കോടി രൂപയോളം കണ്ടെത്തി. ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ 6 മാസത്തെ അപേക്ഷിച്ച് 45% കുറഞ്ഞെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. GST കൗൺസിൽ യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ മന്ത്രി അരുൺ ജെയ്റ്റ്ലി മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നു. തത്സമയം. Of the normal taxes on various items,
since excise has been paid in the past and at present and VAT is not paid, goods will be sold at the normal price, and between the center and the states, we'll jointly refund 50% of the GST back. So the current position where they enjoy half the taxation benefit will be maintained in the CSD canteens. The last issue was that since our last meetings, several representations have been made to both the central government as also the various state ministers. They have forwarded those representations to us. The committee of the officers which discusses these items will be considering each one of those representations, and we'll be meeting for the 16th meeting of the GST Council Sunday next, that is 11th, at New Delhi, to discuss those and other pending items, if any. Thank you. GST കൗൺസിൽ യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു അരുൺ ജെയ്റ്റ്ലി. വാർത്തയിലേക്ക്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശനത്തിനെതിരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അമിത്ഷാ കേരളത്തിൽ വന്ന് 70-ലധികം സീറ്റ് നേടി കേരളം പിടിക്കുമെന്ന് പറഞ്ഞുപോയ ആളാണ്. ഇപ്പോൾ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ കേരളം പിടിക്കുമെന്ന് പറയാനാണ് വന്നിരിക്കുന്നതെന്നും അമിത്ഷായുടെ മോഹം ഈ നാട്ടിൽ വില പോവില്ലെന്നും കോടിയേരി. ന്യൂനപക്ഷ വിഭാഗങ്ങളെ NDAയുടെ ഭാഗമാക്കാനുള്ള കേന്ദ്രത്തിന്റെ പുതിയ വിജ്ഞാപനം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി വിവരണാതീതമാണെന്നും ഇതിനെ മറികടക്കാൻ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വ്യാപകമായി പിരിക്കുകയാണെന്നും കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു. ബിജെപിയോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അമിത്ഷായെ കാണാൻ പോകാത്തതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സെൻട്രലിലുള്ള നേതാക്കന്മാരും കേരള ഘടകത്തോടും പറയുന്നുണ്ട്. പക്ഷേ അവരെക്കാളും സെൻട്രൽ നേതാക്കന്മാരേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഈ വലിയ നേതാക്കന്മാരേക്കുന്ന പല കാര്യങ്ങളും മറന്നുപോയെങ്കിൽ തന്നെയും അത് ഓർമ്മപ്പെടുത്തി മേടിച്ചു തരാനുള്ള ആർജവം കാണിക്കേണ്ടത് കേരള ഘടകത്തിലെ BJP-കാരാണ്. അവരും വേണ്ടത്ര താല്പര്യമെടുത്തതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ താല്പര്യം എടുത്തിരുന്നു എങ്കിൽ ഇത് പണ്ടേ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിടുമായിരുന്നു. ചാരക്കേസിൽ കരുണാകരനെതിരെ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണെന്ന് കെ മുരളീധരൻ. CB മാത്യൂസ് എന്തു വെളിപ്പെടുത്തിയാലും കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാകില്ലെന്നും ആഭ്യന്തര കലഹം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസിനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രധാനമായും ഗൂഢാലോചന നടത്തിയത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു. നിരന്തരമായി അന്നത്തെ പ്രധാനമന്ത്രി അഴിമതിയുടെ ഒരു പുകമറയ്ക്കുള്ളിൽ നിന്നപ്പോൾ പകരം ആര് എന്നുള്ളതിനെക്കുറിച്ച് പല ചർച്ചകളും അന്നത്തെ അന്തരീക്ഷത്തിലുണ്ടായി. അന്ന് ഒരുപാട് പേര് വന്നിരുന്നു. മാധവറാവ് സിന്ധ്യ, ബൽറാം ജാക്കർ, കെ കരുണാകരൻ, അങ്ങനെ കുറേ പേരുകളും. ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പാർട്ടിയിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി CB മാത്യു എന്ത് വെളിപ്പെടുത്തിയാലും ശരി. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വാർത്തകളിലേക്ക്. കർണാടകയിലെ കർഷകർ അനുഭവിക്കുന്ന വരൾച്ച കെടുതികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ 550 കിലോമീറ്റർ പദയാത്ര നടത്തി. ഇന്ന് ചിക്കബല്ലാപൂർ ജില്ലാ ആസ്ഥാനത്ത് 5000-ലധികം കർഷകർ പങ്കെടുത്ത പ്രകടനം നടന്നു. വരൾച്ച കൊണ്ട് ജീവിതമാർഗം നഷ്ടമായ കർഷകർക്ക് ഏക്കറിന് 25,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നിവേദനം ജില്ലാ കളക്ടർക്ക് കൈമാറി.